ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. കടല വേണമാ സാർ? എന്താ അമ്മയുടെ പേര്? സെൽവി. സെൽവിയ? തമിഴാ? ആമാ സാർ. ഊര് തഞ്ചാവൂര്. തഞ്ചാവൂരാ? തഞ്ചാവൂര് ഇങ്ങ വരയ്ക്കുമോ? அப்படியல்ல சார். പിന്നെ എപ്പടി? அப்பா ஊரு தஞ்சாவூர், நாங்க வந்தீங்க ஆலப்புழை சுங்கத்து. ആലപ്പുഴ ചുങ്കമാ? ചുങ്കം. ചുങ്കം. ആ ഒരു പൊതി എടുക്കട്ടമാ? 3 കൊടുക്കമാ? ആ സരി. ഫോട്ടോ പിടിക്കട്ടമാ? സെൽവി. ഇവനെ ആര്? പത്രം. അമ്മ പാല്. സെൽവി മറന്നിട്ടാ? ബീച്ചിലെ കടലേ? ആമാ സാർ. വീട് പക്കത്താ? സെൽവി നീ പോ. செல்வி, எனக்கு ஹோட்டல் கொஞ்சம் பணி இருக்கு, நீ போ, நான் பின்னாடியே வரேன். சரி அண்ணா. ആ ചെറുക്കനും കൂടെ ഉണ്ട് സാർ. സാർ ഇന്നെത്തിക്കാം സാർ, ഞങ്ങൾ പുറകെ ഉണ്ട്. செல்வி உள்ள போ. കപ്പലണ്ടി കപ്പലണ്ടി വേണ്ട വേണ്ട. കപ്പലണ്ടി 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 സാർ, കപ്പലണ്ടി വേണമാ? ഒരു പൊതിയെടു സാർ. സാർ ഇതാ സാർ. കടലേ കടലേ കപ്പലണ്ടി കടലേ. കടല 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 വേണമാ സാർ?
ജൽദി സീക്കിരം വാ. മിസ്റ്റർ പ്രതാപൻ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി സാറേ. നിയമമൊക്കെ ശരിയാ, ബാലവേല നിയമവിരുദ്ധമാണ്. പക്ഷെ ഈ പ്രായത്തിലൊരു കുട്ടി, അതും പെൺകുട്ടി, എന്തുകൊണ്ട് പണിയെടുക്കേണ്ടി വരുന്നുവെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അത് നിങ്ങൾ പത്രക്കാരുടെ പണിയല്ലേ? ഈ പിന്നാമ്പുറം ജിഗയിൽ നിയമാനുസൃതം എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. ഈ കുട്ടിയെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാക്കുക. സാർ, ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഈ കുട്ടിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. അത് ഈ സാറി പറഞ്ഞില്ലേ, ഈ പിന്നാമ്പുറം ചെയ്യാൻ. எதுக்கு சரவணா செல்வி கூப்பிடுறது? அம்மா அம்மா என்னாச்சு? நீங்க யாரு? തെരുവിൽ കപ്പലിന്റെ വിറ്റ് ജീവിച്ചതാ ഇവര്. ഏതോ വണ്ടി അപകടത്തിൽ ഇവരുടെ അച്ഛൻ മരിച്ചു. ആ അപകടത്തിൽ ഇടുപ്പല്ല് തകർന്ന് അവിടെ അമ്മയും കിടന്നുപോയി. വളരെ പരിതാപകരമാണ് സാർ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ സാർ, ഞങ്ങളുടെ പത്രത്തിനെ ശിശുദിനത്തിനൊരു സ്റ്റോറി ചെയ്യാനാണ് ഇവരുടെ പിന്നാലെ ഓടിയത്. ഇപ്പോൾ ഇവൾ സ്റ്റോറിയല്ല സാർ, ഞങ്ങളുടെ മോള. ഈ ശിശുദിനം എന്തുകൊണ്ടും പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയ സംസ്ഥാനത്തിൻ്റെ ഈ വർഷത്തെ ചൈൽഡ് ഓഫ് ദി ഇയർ ബഹുമതി നേടിയ ഷെൽവിക്കും ശരവണനും ഒരു വലിയ സമ്മാനം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എന്താണെന്നല്ലേ? മനോഹരമായൊരു വീട് വെച്ചു കൊടുക്കുവാൻ നമ്മുടെ PTA തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഈ സ്കൂളങ്കണത്തിൽ പരസ്പരം ചിരിച്ചും കളിച്ചും നടക്കുമ്പോൾ ഒരുപക്ഷെ ആ കൂട്ടുകാരുടെ ജീവിതം എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഒരു കാര്യം കൂടി, ജീവിതത്തിൻ്റെ ആ തിരിച്ചറിവ് കൂടിയായിരിക്കണം വിദ്യാഭ്യാസം. ഈ സ്കൂളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നിട്ട് നാം തിരിച്ചറിയാതിരുന്ന ഷെൽവിയുടെയും ശരവണൻ്റെയും ജീവിതകഥ പുറം ലോകത്തെ അറിയിച്ചത് പത്രപ്രവർത്തകരായ പ്രതാപനും കൂട്ടരുമാണ്. നമുക്കറിയാം, ഷെൽവിയെയും ശരവണനെയും ആദരിക്കാനുള്ള യോഗ്യത എന്തുകൊണ്ടും അവർക്ക് തന്നെയാണ്.
ശെൽവിയെയും ശരവണനെയും പോലെ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ ജീവിതങ്ങൾ കണ്ടെത്താൻ പിന്നാമ്പുറം തേടി പോകുന്ന പ്രതാപനെ പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ കണ്ടെത്തുന്ന ഇത്തരം ജീവിത കഥകൾ വെറും വാർത്തയല്ല, ഒരു ജീവിതമാണ് അവർക്ക് വെച്ച് നീട്ടുന്നത്. അന്വേഷണാത്മക പത്രപ്രവർത്തകർക്ക് സമർപ്പിക്കുന്നു ഈ കുഞ്ഞു സിനിമ.